ഈ ഒരു സ്മാർട്ട് ഫോൺ ആണ് ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് SGS ട്രിപ്പിൾ റെസിസ്റ്റന്റ് പ്രീമിയം പെർഫോമൻസ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള Honor X9D, അതായത് ഡ്രോപ്പ് റെസിസ്റ്റന്റ്, വാട്ടർ റെസിസ്റ്റന്റ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ്. ഈ ഒരു 3 കാര്യത്തിലും നിലവിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഡ്യൂറബിലിറ്റി ഉള്ള ഒരു സ്മാർട്ട് ഫോൺ എന്നാണ് കമ്പനി പറയുന്നത്. അതായത് ഡ്രോപ്പ് റെസിസ്റ്റന്റ് കാര്യം എടുത്തു കഴിഞ്ഞാൽ അപ് ടു 2.5 മീറ്റേഴ്സ് ആ ഒരു ഹൈറ്റിനുള്ളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വീണാൽ പോലും പൊട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിൽ 6 ലേയേഴ്സ് കുഷ്യനിങ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വാട്ടർ റെസിസ്റ്റന്റ് കാര്യം എടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ IP69 റേറ്റിംഗ് ആണ് കൊടുക്കാറുള്ളതെങ്കിൽ ഇതിൽ IP69K റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് അപ് ടു 85 ഡിഗ്രി സെൽഷ്യസിലുള്ള ആ ഒരു ചൂടുവെള്ളത്തിൽ പോലും ഈ ഒരു സ്മാർട്ട് ഫോൺ തരണം ചെയ്യും. അതുപോലെ തന്നെ ഹൈ പ്രഷർ വാട്ടറിലും കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഈ ഒരു സ്മാർട്ട് ഫോൺ തരണം ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഡ്യൂറബിലിറ്റി ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് തന്നെ നിസ്സംശയം ഈ ഒരു Honor X9D പറയാൻ സാധിക്കും. ഇനി ഡിസൈനിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റെഡിഷ് ബ്രൗണിൻ്റെ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ലെതർ ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ആ ഒരു മെറ്റീരിയലാണ് വരുന്നത്. മറ്റുള്ള കളേഴ്സിലൊക്കെ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ തന്നെ ബോഡി ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ് വരുന്നത്. 7.8 mm ബോഡി തിക്നെസ്സും 193 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ താഴ്വശത്താണ് സ്പീക്കറുകളിലും നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും അതുപോലെ തന്നെ സിം ട്രെയും വരുന്നത്. 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. റൈറ്റ് സൈഡിലാണ് വോളിയം വർക്കേഴ്സും അതുപോലെ തന്നെ ഈ ഒരു പവർ ബട്ടണും വരുന്നത്. മുകൾ വശത്തായിട്ട് നമുക്ക് സെക്കൻഡറി സ്പീക്കറുകളിലും നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് കേസ് വരുന്നുണ്ട്. 66 വാട്ടിൻ്റെ സൂപ്പർ ചാർജ് അഡാപ്റ്റർ ആണ് വരുന്നത്. പിന്നീട് ടൈപ്പ് A to ടൈപ്പ് സി ചാർജിങ് കേബിൾ. 4 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബലി അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് റെഡിഷ് ബ്രൗൺ എന്ന് പറയുന്ന ഒരു കിഡിലൻ കളറാണ്. ഇതുകൂടാതെ മിഡ് നൈറ്റ് ബ്ലാക്കിലും സൺറൈസ് ഗോൾഡിലും ഫോറസ്റ്റ് ഗ്രീനിലും അവൈലബിൾ ആണ്. ഡിസ്പ്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ. പ്രത്യേകിച്ച് X9A B-Cയിലൊക്കെ 3D കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ ഇത്തവണ കംപ്ലീറ്റ് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് വളരെ തിൻ ബെസൽസോട് കൂടിയിട്ടുള്ളതാണ്. 6.79 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള AMOLED പാനലാണ് വരുന്നത്. ഒപ്റ്റിക്കൽ സെൻസറോട് കൂടിയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. 6000 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. 1800 നിറ്റ്സ് ആണ് ഇതിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ്. അതായത് പുറത്തൊക്കെ ഏത് സിറ്റുവേഷനിലും നട്ടുച്ചയ്ക്ക് പോയാലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 427 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിന്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. HDR10 കണ്ടന്റ് ഇതിൽ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. അലൂമിനോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ് ഇതിൽ പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നിലവിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് പ്രൊട്ടക്ഷനിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കാണാൻ സാധിക്കുക. 3840 ഹെഡ്സിന്റെ PWM ഡിമ്മിംഗ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ലോ ലൈറ്റ് സിറ്റുവേഷനിലും അല്ലെങ്കിൽ നൈറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ താരതമ്യേന ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫ്ലിക്കറിങ് കുറവായിരിക്കും. അത് നമ്മുടെ കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ കുറവാകുന്നതാണ്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പെർഫോമൻസ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ Qualcomm Snapdragon 6 Gen 4 എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 4 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാകോറിൽ 2.3 GHz ക്ലോക്ക് സ്പീഡും Adreno 8 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU. ഇനി ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ബെസ്റ്റ് പ്രോസസ്സർ ആണോ എന്ന് ചോദിച്ചാൽ എല്ലാം തന്നെ പറയാൻ സാധിക്കും. പക്ഷേ നിലവിൽ ഞാൻ ഇത്രയും ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ്, നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വരില്ല. നല്ല രീതിയിൽ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ കൂടിയും ഞാനിതിൽ കോൾ ഓഫ് ഡ്യൂട്ടിയും പബ്ജിയും കാര്യങ്ങളൊക്കെയാണ് കളിച്ചിട്ടുള്ളത്. ഏകദേശം 40 to 45 മിനിറ്റ്സോളം കളിച്ചപ്പോഴും അത്യാവശ്യം ഒരു സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ എനിക്കിതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്രയും സമയം ഗെയിം കളിച്ചപ്പോൾ ചെറുതായിട്ടുള്ള രീതിയിൽ വാം മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഇതിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോണ് വലിയ രീതിയിൽ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനി ഒറ്റ മെമ്മറി വേരിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ അവൈലബിൾ ആണ്. 12GB 256GB LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലില്ല. അതുപോലെ കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് സപ്പോർട്ടാണ്, ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്, ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് വരുന്നത്, ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്, NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് മാജിക് OS 9 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ചില ഹോണർ സ്മാർട്ട് ഫോണിലൊന്നും അധിക കാലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം 4 വർഷത്തെ OS ആൻഡ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അത്യാവശ്യം ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ്. ഒരുപാട്
ബ്ലോട്ട്വേഴ്സോ അല്ലെങ്കിൽ ആഡ്വേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ കുറച്ച് ബ്ലോട്ട്വേഴ്സ് മാത്രമേ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒട്ടനവധി AI ഫീച്ചേഴ്സ്, ഗൂഗിൾ ജെമിനി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർക്കിൾ ടു സെർച്ച്, എറേസ് അല്ലെങ്കിൽ ഹോണറിൻ്റെ തന്നെ ട്രാൻസ്ലേറ്റ്, ട്രാൻസ്ക്രൈബ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി AI ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ഒരു 2 കൊല്ലം മുമ്പൊക്കെ 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബാറ്ററി പെർഫോമൻസ് നൽകുന്ന സ്മാർട്ട് ഫോൺ എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ 5500 അല്ലെങ്കിൽ 6000 അല്ലെങ്കിൽ 6500 അല്ലെങ്കിൽ 7000 അല്ലെങ്കിൽ 7300 എന്നൊക്കെ പറയുന്ന സ്മാർട്ട് ഫോണിലാണ് നമ്മൾ മിക്കതിലും കാണാറുള്ളതെങ്കിൽ ഇതിൽ വരുന്ന ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 8300 mAh ബാറ്ററിയാണ്. അതായത് തല കുത്തി നിങ്ങൾ മറിഞ്ഞ് യൂസ് ചെയ്തോളി, എങ്ങനെ കളിച്ചാലും 1.5 ദിവസത്തിന് മുകളിൽ നിങ്ങൾ എത്ര ഹെവി യൂസ് ചെയ്താലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 2 ദിവസത്തിന് മുകളിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒപ്പം 66 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ റിവേഴ്സ് വയർഡ് ചാർജിങ് കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി പെർഫോമൻസിൽ ഈ ഒരു സ്മാർട്ട് ഫോണാണ് നിലവിൽ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ബാറ്ററി പെർഫോമൻസ് നൽകുന്ന സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്. ഇത്തവണ കിഡിലൻ സ്പീക്കർ യൂണിറ്റ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 108 മെഗാ പിക്സലിന് മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടുള്ളതും 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും. റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഒരു ഡീസൻറ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നല്ല സൂപ്പർബായിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യെങ്കിലും പക്ഷേ ഡീറ്റെയിൽസ് അവിടെ ഇവിടെ ചെറുതായിട്ടുള്ള ഒരു കുറവ് എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെയാണ് ഞാനിതിനെ ഒരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. എസ്പെഷ്യലി ഡയറക്റ്റ് പെർഫോമൻസ് ഒക്കെ ഒറ്റ നോട്ടത്തിൽ കിഡിലനായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നൽകുന്നത്. ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞിട്ടുള്ള ഡേ-ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും HDR പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിലും ഈവൻ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് ഫോട്ടോസും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇനി 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസിലെ കാര്യമാണെങ്കിൽ 5 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഓക്കെ ലെവൽ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇനി 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സെൽഫി ഫോട്ടോസും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ഒറ്റ നോട്ടത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയും ചില ഫോട്ടോസിലൊക്കെ ഒരിത്തിരി സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ഫോട്ടോസിലൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഫോട്ടോസ് അത്യാവശ്യം നല്ലതാണ്. പോർട്രേറ്റ് ഫോട്ടോസ് കിഡിലനാണ്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോഗ്രാഫി നമുക്ക് നൈറ്റിലും എടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓവറോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഒരു ഡീസൻറ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി വീഡിയോഗ്രാഫിയുടെ കാര്യമാണെങ്കിൽ വീഡിയോ സാമ്പിൾ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടാൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോഗ്രാഫിയെ കുറിച്ച് മനസ്സിലാവുന്നതാണ്. വീഡിയോഗ്രാഫി സാമ്പിൾ കാണിക്കുന്ന മുമ്പ് എന്നോട് പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത് IP69K റേറ്റഡോട് കൂടിയുള്ള സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ X9 സീരീസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വീഡിയോ ക്വാളിറ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഇത്തരത്തിലായിരിക്കും നമുക്ക് സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കുക. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി എന്ന് പറയാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു HDR പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ 4K വീഡിയോ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ. Honor X9Dയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12+256GB 1299 ഖത്തറിയല്ല, ഏകദേശം ഇന്ത്യയുടെ 31,000+ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഓൾ ഓവർ GCC ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോണറിന്റെ ഇയർബഡ്സ് ലിമിറ്റഡ് ടൈമിലേക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ആദ്യത്തെ 6 മാസം ഡാമേജ് പ്രൊട്ടക്ഷൻ വാറണ്ടി എന്നുള്ള രീതിയിൽ ഡിസ്പ്ലേ പൊട്ടുകയാണെങ്കിലും അല്ലെങ്കിൽ ബാക്ക് പാനൽ എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും ഫ്രീ ഓഫ് കോസ്റ്റ്ലി ഒരു തവണ അവർ ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇനി നിങ്ങൾ നിലവിൽ X9 സീരീസ് യൂസർ ആണെങ്കിൽ, അതായത് X9, X9A, B, C യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് 1 ഇയർ കൂടി, അതായത് 2 വർഷത്തെ വാറണ്ടി നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതാണ്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡ്യൂറബിലിറ്റിക്കും ബാറ്ററിക്കും ഇമ്പോർട്ടൻസ് നൽകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതോടൊപ്പം തന്നെ നല്ല കിഡിലനായിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി, അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പീക്കർ ക്വാളിറ്റി, ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ്,
ഡീസൻ്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണോ ഇല്ലേ എന്നുള്ള കാര്യം. എനിവേ നിലവിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.